ഒരു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ രേണു മാറുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇനി രേണു സുധിയെ പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം അവര് കൈവിട്ടു പോയി. ആരെക്കൊണ്ടും അവരുടെ ഈ ഒരു പ്രവൃത്തിയെ നിയന്ത്രിക്കാനോ അല്ലെ തിരുത്താനോ പറ്റുകയില്ല. അവരുടെ ഇഷ്ടമാണ് ഏത് രീതിയിലുള്ള റീൽസ് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. എങ്കിൽ പോലും അവർ ഈ കാണിച്ചത് കുറച്ച് ഓവറായി പോയി. രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം അടുത്ത ദിവസങ്ങളിൽ ഇതിനപ്പുറം നമുക്ക് കാണാം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ കാണിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുറെ നല്ല റീൽസ് ചെയ്തുകൊണ്ടോ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടോ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഇതുപോലെയൊക്കെ കാണിച്ചാൽ ഏതവർക്കും റീച്ച് കിട്ടും. അല്ലെങ്കിൽ ഏത് കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും റീച്ച് കിട്ടും. അതിനു വേണ്ടിയിട്ട് രേണുസുധിയും അവസാനത്തെ ഒരു മാർഗമായിട്ടുള്ള എന്താ പറയാ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇതുപോലെയൊക്കെയുള്ള റീൽസുകൾ രേണുസുധി ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് വരാറുണ്ട്. എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ല, ഒരു നാണമില്ല, ഒരു മാനമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുസുധിയുടെ ഇന്റിമേറ്റ് സീനുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് രേണു ഇത്രയും ഇന്റിമേറ്റ് ആയ ഒരു സീനിൽ അഭിനയിക്കുന്നത്. മന്ദാരച്ചേല എന്ന ആൽബത്തിലെ ദൃശ്യങ്ങളാണ് റിലീസിന് മുൻപേ പുറത്തുവിട്ടിരിക്കുന്നത്. രേണുവിന്റെ പ്രൊഫഷന്റെ ഭാഗമാണിതെന്നും അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും അനുകൂലിക്കുന്നവർ പറയുന്നു. സിനിമയിൽ തുണിയുടിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. രേണു ചെയ്താൽ മരിച്ചവരെ വരെ കുറ്റം പറയുവാൻ കുറെ ജന്മം. ഇത് രേണു ചേച്ചി തന്നെ പോസ്റ്റ് ചെയ്തത് എന്തായാലും നന്നായി. മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായികമാരും ഇതിലും വലിയ റൊമാൻറ്റിക് സീൻസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. രേണുവിന് മാത്രം എന്തിന് ഇത്ര ഹേറ്റ്? ഇതിലും വലുതൊക്കെയുള്ള സിനിമകൾ വരെ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി കാണുന്ന മലയാളികൾ ഇതിനൊക്കെ നെഗറ്റീവ്സ് പറയുന്നത് ഇവിടുത്തെ മുൻകിട നായികമാർ ലിപ്ലോക്ക് സീനുകൾ വരെ ചെയ്യുന്നു എന്നതൊന്നും കാണുന്നില്ലേ എന്നുമാണ് ചിലർ ചോദിക്കുന്നത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ദാസേട്ടന് ഭയങ്കര ഫാൻസ് കൂടി. ദാസേട്ടന്റെ ഫാൻസ് കൂടി എന്റെ നെഗറ്റീവുകൾ വന്ന് പരത്തരെ. പിന്നെ ഞാൻ 2-3 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ. എന്റെ 2 പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നല്ല കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ പേജ് നോക്കാൻ. നമ്മളെ കോട്ടയം ജില്ലയിലെ ചെമ്പക്കര അല്ലെ, ചെമ്പക്കര വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. വീടിന്റെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവില്ലേ? അതെ, ദാസേട്ടന്റെ വീട്ടിൽ വരാൻ പറ്റും. അതെ അതെ അതെ, രേണുവിന്റെ വീട്ടിൽ വരാൻ പറ്റി. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എന്താ വെച്ചാൽ നമ്മള് എല്ലാവരും ആൽബത്തിന്റെ ഓരോ വിവരങ്ങൾ അതാത് സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എത്തിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക്സ് ടു ഓൺലൈൻ മീഡിയാസ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും 10-30,000 വ്യൂസ് ഒക്കെ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ഒരു 50K അടുത്ത് ആവാനായെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആകാറായി തോന്നുന്നത് അത് സന്തോഷമുള്ള വാർത്തയാണ്. നിങ്ങൾ കാണാത്തവർ വീണ്ടും കാണുക, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ആ ആൽബത്തിന്റെ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നല്ല ആൽബങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവും. ലച്ചു തന്നെ ഞങ്ങളെ വെച്ചിട്ട് ആൽബം ചെയ്യുമെന്നാണ് തോന്നുന്നത്. ലച്ചു ഇവിടെ ഉണ്ട്. ഹായ് ലച്ചു, താങ്ക് യു സോ മച്ച്. ലച്ചു വന്നിട്ടുണ്ട്. ഒന്ന് അതിനകത്ത് കേൾക്കുമോ? ലൈവ് റിക്വസ്റ്റ് എടുക്കണേ വന്നത്. എനിക്കിതിനെപ്പറ്റി അറിയില്ല. ഞാൻ ലൈവ് തുടങ്ങിയാണ് ഞാനായതുകൊണ്ട് ഞാനാ കൊടുക്കണേ. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ലച്ചു, അവർക്ക് വരാൻ പറ്റുന്നുണ്ടോ? ഹായ് ഹായ് ഹായ്. ഹലോ. ലച്ചുവിനും പല്ലിന്റെ പല്ലിനൊന്നും ചെയ്തില്ല. ഞാൻ സന്തോഷം കൊണ്ട് മോൻ കാണിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എന്നാ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. ഞങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളു. ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ടാ ഏപ്പടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ്. സത്യം എന്താ അറിയില്ല, അതേ കുളിര് പോലും. അതല്ല, നിങ്ങളെ വെച്ച് എന്നാണ് എനിക്ക് ഏപ്പടം എടുക്കാൻ പറ്റിയിട്ടോ. ആ യൂട്യൂബർ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എനിക്കൊക്കെ പണിയുന്ന എനിക്കൊക്കെ എപ്പോഴും പണിയുന്ന ഒരു സിനിമയില് നായകനും നായികയും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെ, ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവും? അവർ തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യും, ഉണ്ടാവൂലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. സിനിമകളിലും ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കോരിത്തെരിച്ച് കൈയടിക്കും തിയേറ്ററിൽ പോയിട്ട് അല്ലെ. ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ആൾക്കാർ ഇത്രത്തുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വാട്ടപ്പേ ഈ ലോകത്തിൽ എന്താ പറ്റിയത്? എങ്ങോട്ടാണ്? ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്, ജീവനാടിയാണ്, എന്റെ ബ്ലഡ് ആണ് ആൽബം. അതെന്താണെന്നറിയില്ല. പണ്ടോട്ടെ ആൽബം സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ്. അതെന്താന്ന് എനിക്കറിയില്ല.
ജീവനാണ്. ഞാനും ഒരു 5-6 സിനിമകൾ അഭിനയിച്ച ആളാ. അതിൽ എന്റെ ഭാര്യയായിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ട്, എന്റെ മോളായിട്ട് സ്ത്രീകൾ കുറെ എന്റെ കൂടെ അഭിനയിച്ച, മോളായിട്ട് അഭിനയിച്ച, അമ്മയായിട്ട് അഭിനയിച്ച. എന്താണ് ആൾക്കാർക്ക് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? രേണുസുതിയായിട്ടാണ് ഇപ്പൊ ദാസേട്ടനോട് വേറൊരു നടി അഭിനയിച്ചു. അല്ല, ദാസേട്ടൻ കോഴിക്കോട് രേണുസുതിയായിട്ടാണ് പ്രശ്നം. അതിപ്പം വേറൊരു നടി അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിപ്പോ ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും. ആൽബം അല്ല നിന്റെ കഴപ്പ് ജിഷ്യൻ. എടാ മോനെ ഒന്നുകൂടെ കാണിച്ചത് ആൽബം അല്ല നിന്റെ കഴപ്പ്. ജിഷ്യനും സെസം. എടാ പൊന്നുമോനെ, കഴപ്പ് ഇവിടെ ഞങ്ങൾക്കാരും കഴപ്പില്ല. ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ടെടുത്താണ്. ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം അളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങള് മീഡിയക്കാരും അവരെല്ലാരും ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പിള്ളേരെ വരെ ഉറക്കം അളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ്. അപ്പൊ അല്ലാതെ ഞങ്ങളുടെ കഴപ്പല്ല. നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്ന ഇവിടെ വന്ന് വിളമ്പരുത് കേട്ടോ. അത് നിന്റെ കഴപ്പാണ്, ഞങ്ങളുടെ ആരുടെ കഴപ്പല്ല. ഞാൻ പറയും ദാസേട്ടൻ ലച്ചു ഒന്നും മിണ്ടത്തില്ല. തിരിച്ച് രേണുസുതി നല്ല വർത്തമാനം പറയും. ഓക്കെ, അപ്പൊ മുമ്പൊപ്പം അപ്പൊ നമ്മള് രാവിലെ ഒരു 7 മണിക്ക് പൂജ കഴിഞ്ഞ് തുടങ്ങി. ഒരു 6-6:30 ആകുമ്പോഴത്തേനല്ലേ കറക്റ്റ് വെളിച്ചം 3 മുമ്പ് നമ്മൾ തീർക്കാൻ പറ്റി. അതന്നെ പിന്നെ ഒത്തിരി സഹകരണമാണ്. അപ്പൊ ലച്ചുവിന്റെ അച്ഛനും അമ്മയാണ് അത് ഡയറക്ട് ചെയ്തത് അല്ലേ? പ്രൊഡ്യൂസ് ചെയ്തത്. സമയാസമയത്ത് നമുക്ക് ഭക്ഷണം തരിക, വെള്ളം തരിക, നല്ല അടിപൊളി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വിജയം തന്നെയാണ്, ഞങ്ങളുടെ വിജയം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് 30,000-40,000 ആയിരിക്കും. അത് ഞങ്ങളുടെ വിജയം തന്നെയാണ്. അത്രയും വ്യൂ ഞങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ വിജയം തന്നെയാണത്. അപ്പം ഇല്ലില്ല, ഞാനിവിടെ ഉണ്ട്. അപ്പം ലച്ചുവിന്റെ 2ാമത്തെ ആൽബത്തിലാണ് അഭിനയിക്കുന്നത്. ആദ്യം കള്ളക്കറുമ്പി എന്ന ഡയറക്ട് ചെയ്ത ലച്ചുവാണ്. രേണു ഫസ്റ്റ് ആണ് ലച്ചുവിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ലച്ചു നല്ലൊരു ഡയറക്ടറായി മാറും, സംശയമില്ല അല്ലെ? അപ്പൊ രേണു തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡയറക്ടറെ കഴിവ് തന്നെയാണ്.